നമസ്കാരം, CMS ന്യൂസിലേക്ക് സ്വാഗതം. നവീകരിച്ച കോളേജ് ഓഫീസിന്റെ സമർപ്പണം നടന്നു. CMS കോളേജ് മാനേജറും CSI മധ്യ കേരള മഹായിടവകയുടെ ബിഷപ്പുമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ നവീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും IQAC ഓഫീസും കോൺഫറൻസ് ഹാളും സമർപ്പിച്ചു. കോളേജ് ബർസാർ റവറൻഡ് ചെറിയാൻ തോമസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നൂതന സാങ്കേതിക വിദ്യകൾ കോൺഫറൻസ് ഹാളിൽ ലഭ്യമാണ്. നിർമ്മാണ ചുമതല നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു. എല്ലാ കോവിഡ് പ്രോട്ടോകോളുകളും പിന്തുടർന്ന് നടത്തിയ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ, റവറൻഡ് ജിബിൻ തമ്പി, കോളേജ് ജീവനക്കാർ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. എൻ റാം ബെഞ്ചമിൻ ബെയ്ലി ചെയർ അധ്യക്ഷൻ. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബെഞ്ചമിൻ ബെയ്ലി ചെയറിന്റെ അധ്യക്ഷനായി എൻ റാമിനെ നിയമിച്ചു. ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ ഇൻ ചീഫ്, ചെയർമാൻ, ഡയറക്ടർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ പ്രവണതകൾ, വിദേശകാര്യം, അഴിമതി മുതലായ വിഷയങ്ങളിൽ അന്വേഷണാത്മകമായ നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1990 പത്മഭൂഷൺ ലഭിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ഡിലീറ്റും നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയും CMS കോളേജും സംയുക്തമായി നടത്തുന്ന ചെയറിന്റെ പ്രവർത്തനങ്ങൾ ആഗസ്റ്റ് മുതൽ പ്രവർത്തനക്ഷമമാകും. ജന്തുശാസ്ത്ര വിഭാഗം അധ്യാപകനായ വിജോ കുര്യനാണ് ചെയറിന്റെ CMS കോളേജ് കോഓർഡിനേറ്റർ. ലോക വികസനത്തെ കൊറോണ കാലം പുറകോട്ട് വലിച്ചു. ഡോക്ടർ തോമസ് ഐസക്. ലോക വികസനത്തെ തന്നെ കൊറോണ കാലം പുറകോട്ട് വലിച്ചെന്ന് മുൻ ധനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ TM തോമസ് ഐസക് ഡയലക്ടോസ് സംവാദ പരമ്പരയുടെ 3ാം അധ്യായത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവയുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പല മേഖലകളിലും കൊറോണയുടെ പ്രത്യാഘാതം വളരെ നാൾ നീണ്ടു നിൽക്കും. കമ്മി കൂട്ടാതെ പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള മാർഗമായാണ് പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. കേരളം നാളെയുടെ വിത്തുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. കൃഷി ആധുനികവൽക്കരിക്കണം, വ്യവസായം പരിസ്ഥിതി സൗഹൃദമാക്കണം. ഈ മഹാമാരിക്കാലം ഒരവസരമായി കണ്ട് വനിതകൾ വ്യാപകമായി തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങണം. ഇത് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് ദിശതാപ്തി ആഘോഷ സമാപന സമ്മേളനത്തിന് പ്രഖ്യാപിച്ച കോളേജ് മ്യൂസിയം ബജറ്റിൽ ഉൾപ്പെടുത്തിയതിന് കോളേജിന്റെ നന്ദി പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ഐസക്കിനെ അറിയിച്ചു. ഓൺലൈൻ റിഫ്രഷർ കോഴ്സ് ആഗസ്റ്റ് 5 ആരംഭിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ ലേണിംഗ് സെന്റർ രാമാനുജൻ കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റി, കോട്ടയം CMS കോളേജ് എന്നിവയുടെ സഹകരണത്തോടെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിക്കുന്നു. ഓൺലൈൻ ക്ലാസസ് ആൻഡ് കോ ക്രിയേറ്റിംഗ് മൂക്സ് എന്ന വിഷയത്തിൽ ആഗസ്റ്റ് 5 മുതൽ 19 വരെ നടക്കുന്ന കോഴ്സിൽ കോളേജ് അധ്യാപകർക്ക് പങ്കെടുക്കാം. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ പ്രോഗ്രാമിന്റെ രക്ഷാധികാരിയും കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിജി ജോർജ് പ്രോഗ്രാം കോർഡിനേറ്ററുമാണ്. ആഗസ്റ്റ് 4 വരെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് RC-MOOCs in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. PhD പ്രവേശനം നേടി അനന്തു കൃഷ്ണൻ. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി 2020 ബാച്ചിലെ അനന്തു കൃഷ്ണൻ അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിൽ PhD പ്രവേശനം നേടി. 20 ലക്ഷം രൂപ സ്കോളർഷിപ്പും 22 ലക്ഷം രൂപയുടെ ഫീസ് ഇളവും ലഭിച്ചിട്ടുണ്ട്. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ 21 വിദ്യാർത്ഥികൾക്ക് കൂടി നിയമനം. CMS കോളേജിലെ സെന്റർ ഫോർ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് മുഖേന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 21 വിദ്യാർത്ഥികൾക്ക് പ്രൊബഷണറി ക്ലർക്ക് തസ്തികയിൽ നിയമനം ലഭിച്ചു. BA, BSc, BCom, MA, MSc വിദ്യാർത്ഥികൾക്കാണ് നിയമനം ലഭിച്ചത്. സുവർണ ശോഭയിൽ CMS. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർസോൺ വനിതാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി CMS കോളേജ്. ജൂലൈ 15 നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 10ൽ 9 സ്വർണ്ണ മെഡലുകളും സ്വന്തമാക്കിയാണ് CMS കോളേജ് റെസ്ലിംഗ് ടീം വിജയം നേടിയത്. വനിതാ തൈക്കോണ്ടോ മത്സരത്തിൽ 53 കിലോ വിഭാഗത്തിൽ വൈഷ്ണവി G പ്രഭു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. പുരസ്കാര നിറവിൽ വീണ്ടും CMS. 2020-21 അധ്യയന വർഷത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാല NSS അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച വനിതാ വോളണ്ടിയർക്കുള്ള പുരസ്കാരം CMS വോളണ്ടിയർ സെക്രട്ടറി നവ്യ സുരേഷിന് ലഭിച്ചു. പുരുഷ വോളണ്ടിയർ വിഭാഗത്തിൽ വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്ന സിജിൻ M ജോർജ് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് അവാർഡും നേടി. പരീക്ഷകൾ ആരംഭിച്ചു. UG PG 4ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിച്ചു. ജൂലൈ 30 നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ ഓഗസ്റ്റ് 9 മാറ്റി. സംസ്ഥാന കഥാരചനാ മത്സരത്തിൽ CMSന് അഭിമാന നേട്ടം.
പൈങ്ങോട്ടൂർ ശ്രീനാരായണ ഗുരു കോളേജ് സംഘടിപ്പിച്ച സംസ്ഥാനതല കഥാരചനാ മത്സരത്തിൽ CMS കോളേജ് 2ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥി ഹരിത H ജേതാവായി. കൊല എന്ന കഥയ്ക്കാണ് സമ്മാനം ലഭിച്ചത്. പ്രവർത്തനങ്ങളിൽ സജീവമായി NSS യൂണിറ്റിന്റെ ദത്ത് ഗ്രാമമായ കുമരകം ഗ്രാമപഞ്ചായത്തിലെ പൊങ്ങലക്കരി ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആർദ്രത ഫെലോഷിപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. VM വാസവനിൽ നിന്നും കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ധന്യ സാബു കിറ്റ് ഏറ്റുവാങ്ങി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് C ജോഷുവ അധ്യക്ഷത വഹിച്ചു. കോളേജിലെ ജോസഫിൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിനി റൈച്ചൽ മാത്യു, IQAC ഡയറക്ടർ ഡോക്ടർ ജോജി ജോൺ പണിക്കർ, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അജീഷ് KR, ഡോക്ടർ അമൃത റിനു എബ്രഹാം, കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ധന്യ സാബു, ആർദ്രത ഫെലോഷിപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റുമാരായ പ്രൊഫസർ PC വർഗീസ്, പ്രൊഫസർ ജോസഫ് P വർഗീസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു KV, ഏറ്റുമാനൂർ ബ്ലോക്ക് മെമ്പർ കുമാരി മേഖല ജോസഫ്, പഞ്ചായത്ത് മെമ്പർ ഷീമ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ബ്രിഡ്ജ് പദ്ധതിയുടെ ഭാഗമായി നോട്ട്ബുക്ക് വണ്ടി യാത്ര തുടങ്ങി. ബുക്ക്, പേന, പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങളുമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം യാത്ര തിരിച്ചത്. ഇടുക്കി സ്വദേശിയായ ബിനുമോൾ വർഗീസിന്റെയും കുടുംബത്തിന്റെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോട്ടയം ജില്ലാ വനിതാ ശിശു വികസന കേന്ദ്രവും CMS കോളേജും സംയുക്തമായി ഓൺലൈൻ ജെൻഡർ അവബോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ബെനി വിൽസൺ നയിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു. കനൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ 23-ന് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. സംസ്ഥാന സർക്കാർ കോട്ടയം ജില്ലാ വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോളേജിലും പരിസരത്തും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചത്. കനൽ തീം സോങ്ങിന്റെ കവർ വേർഷൻ NSS 1ാം വർഷ വോളണ്ടിയർ ആയ അലീനാമോൾ PS അവതരിപ്പിച്ചു. ലോക കണ്ടൽ ദിനത്തോടനുബന്ധിച്ച് ജൂലൈ 26 മുതൽ ആഗസ്റ്റ് 1 വരെ അവബോധ വാരം ആചരിക്കുന്നു. വാരാചരണത്തോടനുബന്ധിച്ച് സ്റ്റാറ്റസ് മാർച്ച്, പ്രതിജ്ഞ, ഉപന്യാസ മത്സരം, വെബിനാർ, കണ്ടൽ വന പരിസരത്തിന്റെ ശുചീകരണം, സസ്യജാലങ്ങളുടെ തിരിച്ചറിയൽ തുടങ്ങി നിരവധി പരിപാടികൾ നടക്കുന്നു. സ്ത്രീ സുരക്ഷ മുൻനിർത്തി കേരള സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പ് അവതരിപ്പിച്ച കനൽ തീം സോങ്ങിന്റെ കവർ വേർഷൻ NSS 1ാം വർഷ വോളണ്ടിയറായ അലീനാമോൾ PS അവതരിപ്പിച്ചു. കോളേജിലെ മുൻ അധ്യാപകരായ റവറൻ പ്രൊഫസർ KC മാത്യു, പ്രൊഫസർ KV ജോൺ എന്നിവർ അന്തരിച്ചു. CMS കോളേജ് ഭൗതിക ശാസ്ത്ര വിഭാഗം അധ്യാപകനും കോളേജ് ചാപ്ലൈനുമായിരുന്നു റവറൻ പ്രൊഫസർ KC മാത്യു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലുമായിരുന്നു ഇദ്ദേഹം. ദാനവേലിൽ പ്രൊഫസർ KV ജോൺ രസതന്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഇരുവരുടെ നിര്യാണത്തിൽ കോളേജ് അനുശോചനം രേഖപ്പെടുത്തി. വാർത്തകൾ പൂർണ്ണമായി വായിച്ചത് റിയ റോയ്.